അവിടുത്തെ പാവല്ലൂർ മൂന്നാമത്തെയാണ്. ആദ്യമായിട്ടാണ് കട്ട് പോസ്റ്റ് നടത്തുന്നത്. under-40. ഇപ്പം നല്ല കളിയാണല്ലേ, പിള്ളേരെല്ലാം നല്ല കളിയാണ് കളിച്ചത്. പിന്നെ സ്പോൺസർ ചെയ്ത നമ്മുടെ പത്തിയൂർ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കളറിക്കൽ യൂണിറ്റ് ഉള്ളവരാണ് സ്പോൺസർ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് വിളിക്കും. ചാര്യന്മാരെ, മക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ലഹരി വേണ്ട, സ്പോർട്സ് മതി. ലഹരി വേണ്ട, സ്പോർട്സ് മതി. നമുക്കാർക്കും ലഹരി വേണ്ട. നമ്മൾ TV ഓപ്പൺ ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ഏത് പത്രം എടുത്ത് വായിച്ചാലും മൊബൈൽ ഓൺ ചെയ്താലും ഒക്കെ നമ്മൾ കാണുന്നത് മകൻ അമ്മയെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്ന മഹാവിപത്താണ്. അതുകൊണ്ട് നമുക്കൊന്നും ലഹരി വേണ്ട. അത് നമ്മൾ ആദ്യം എടുക്കേണ്ട പ്രതിജ്ഞ. നമുക്ക് ലഹരി വേണ്ട, സ്പോർട്സ് മതി. ഞങ്ങളാരും ലഹരി ഉപയോഗിക്കത്തില്ല എന്ന പ്രതിജ്ഞ വേണം ഇവിടെ ആദ്യം എടുക്കേണ്ടത്. നമ്മളാരും ലഹരി ഉപയോഗിക്കത്തില്ല. നമ്മൾ ലഹരി ഉപയോഗം കണ്ടാൽ ഉപയോഗിക്കുന്ന ആളെക്കുറിച്ചും അത് കൊടുക്കുന്ന ആളിനെക്കുറിച്ചും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തെ അറിയിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമുക്കാർക്കും ലഹരി വേണ്ട, സ്പോർട്സ് മതി. ഇനിയിപ്പോൾ സ്പോർട്സിന് സമയം കൊണ്ട് കഴിയുന്നു. നമ്മളെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? നിങ്ങൾ ജൂൺ അങ്ങോട്ട് തുടങ്ങുന്നു. നിങ്ങളെല്ലാം സ്കൂളിലേക്ക് പോകുന്നു. പിന്നെ നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പോലും നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിതുപോലെ കളികളെക്കുറിച്ച് ശ്രദ്ധിക്കണം. നാടുകളിലെ മെസ്സിയും മറഡോണയും ഒക്കെയായി തീരാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ല സ്ഥലമില്ല എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പ്രശ്നം. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫുട്ബോൾ കളിച്ച ഈ സ്ഥലം, സ്ഥലത്തിന് ചെറിയ ഒരു സ്ഥലത്ത് കട്ട് പോസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിച്ചത്. ഞാനും ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കതിനുള്ള അവസരങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലില്ല. അങ്ങനെ ആ ചുരുങ്ങിയ സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള ഒരു ഫുട്ബോൾ കളി, ഒരു മത്സരം സംഘടിപ്പിക്കുവാൻ ഇതിനുവേണ്ടി ശ്രമം നടത്തിയ ഇതിൻ്റെ സംഘാടകരെ ഈ അവസരത്തിൽ അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ യൂണിറ്റ് അറിയാൻ കഴിഞ്ഞത് അവരെയും അനുമോദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ കളിച്ച വിജയികളും പരാജയപ്പെട്ടവരുമൊന്നുമില്ല. നമ്മൾ ചെറിയൊരു സംവിധാനത്തിൽ നിന്നും ഒരാൾ മുൻപോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ടാലൻറ്റഡ് ആണ്, എല്ലാവർക്കും കഴിവുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും, ഇവിടെ കളിച്ച എല്ലാവർക്കും അനുമോദനങ്ങൾ അറിയിക്കാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഇന്ന് പ്രത്യേകിച്ചും ഒരു ദുഃഖകരമായ ദിവസമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. രാജീവ് ഗാന്ധിയുടെ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ രാജീവ് ഗാന്ധി, നമ്മുടെയൊക്കെ കയ്യിൽ നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്ന മൊബൈലുകളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഏറ്റവും ചെറുപ്പക്കാരനായ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഇവിടെ ഈ മാറ്റങ്ങൾ, ഇലക്ട്രോണിക്സ് യുഗത്തിൽ ഒരു മാറ്റം വരുത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ വധിക്കപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ടതിൻ്റെ 34ാം വാർഷികമാണിന്ന്. അപ്പോൾ ആ ദുഃഖകരമായ ഒരു ദിവസത്തിൽ പോലും ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോയാൽ ഇത് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് എൻ്റെ സംഘാടകർ ഇന്ന് ഈ സ്കൂളുകൾ ഇവിടെ നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പരിപാടിയിൽ ഞാനും എൻ്റെ സുഹൃത്ത് ഇവിടെ രാജീവൊക്കെ ഉണ്ട്, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശമൊക്കെ ഉണ്ട്, കിരണുണ്ട്. നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. നവാസുണ്ട്. അപ്പോൾ നമ്മൾ ആ ദുഃഖകരമായ ഒരു ദിവസത്തിൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ശ്രീരാജ് യൂത്ത് കോൺഗ്രസിലെ നേതാവാണ് ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ, ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഇവിടെ നിൽക്കുന്ന നമ്മുടെ സ്നേഹിതന്മാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ കളിയിൽ പങ്കെടുത്ത മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് നല്ലൊരു ശോഭനമായ ഭാവി ജഗദീശ്വരൻ നരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വഹിച്ചിട്ട് 35 വർഷത്തിൽ. ശ്രീ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ 18 വയസ്സിൽ നമുക്ക് വോട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനം, പ്രായപൂർത്തി വോട്ടാവാതെ 18 വയസ്സാക്കിയത് ശ്രീ രാജീവ് ഗാന്ധി. അങ്ങനെ യുവാക്കൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത ഒരു നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ
ഈ രക്തസാക്ഷി ദിനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഫുട്ബോൾ മാച്ച് പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും എത്തണമെന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.